ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ വേവിച്ചെടുക്കണം. അതിനൊരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം ചേർത്തെടുക്കാം. കുറച്ച് ഏലക്കായ്, കറുവപ്പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, ഡ്രൈ ലെമൺ എന്നിവയൊക്കെ ചേർത്തെടുക്കാം. അതിലേക്ക് ഒരു ഫുൾ കോഴിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഇട്ടുകൊടുക്കാം. അത് നന്നായി വെന്ത് വരണം. ഒരു 90% വെന്താൽ മതി. അതിങ്ങനെ അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിങ്ങനെ കോരി മാറ്റിയെടുക്കാം. അത് പിന്നീട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ചിക്കൻ വേവിച്ചെടുത്ത വെള്ളത്തിൽ തന്നെയാണ് റൈസും വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ 4 കപ്പ് സെല്ല വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ പുതിർത്തി വെച്ചതാണ്. നന്നായി പുതിർന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് ജാറിലേക്ക് ഒരു 3 തക്കാളി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക്, കുറച്ച് സിർക്കയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അതിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഉപ്പ് ചേർക്കണ്ട, കാരണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് മാഗി ക്യൂബ് ഓയിലിൽ മെൽട്ടാക്കി എടുത്തതിലാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും. കുറച്ച് ചേർത്തെടുത്താൽ മതി ഉപ്പ്. നന്നായി മസാലയൊക്കെ ഇങ്ങനെ പെരക്കി വെക്കാം. പിന്നെ ഇതാ റൈസൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിൽ ഊറ്റിയെടുക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3 ക്യൂബ് മാഗി ക്യൂബ് ചേർത്തെടുക്കുന്നുണ്ട്. ഈ ഒരളവിനും 3 ക്യൂബ് മതി. നന്നായി മെൽട്ടായ ശേഷം അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയൊക്കെ എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ട് ചിക്കൻ ഇതുപോലെ വെച്ചെടുക്കാം. ചിക്കൻ്റെ മേലെ കുറച്ച് ഇങ്ങനെ മസാല ചേർത്തെടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ആക്കി എടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ റെഡിയാക്കി വെച്ച ആ മാഗി ക്യൂബിൻ്റെ ഓയിലൊന്ന് ചേർത്തെടുക്കാം. പിന്നെ ഇതൊന്ന് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ആ പൊരിച്ച ഫ്രൈ ചെയ്ത മസാല ബാക്കി ആ ഓയിലിലേക്ക് ചേർത്തെടുക്കണം. ഇതാവശ്യമുണ്ട്. ഇത് ദം ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഇട്ടുകൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഊറ്റി വെച്ച ചോറിലത് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാം. അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഓയിൽ ചേർത്തെടുക്കാം. കൂടെ കുറച്ച് മല്ലിച്ചപ്പൻ ചേർത്ത് അങ്ങനെ ഒരു 3-4 തവണ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ഫ്രൈ ചെയ്ത് ചിക്കൻ വെച്ചെടുക്കാം. അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇങ്ങനെ കുത്തിയിട്ടെടുക്കാം. പിന്നെ പുകയ്ക്കാൻ വേണ്ടിക്ക് കരി വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ടൊരു 2 തക്കാളി ചേർത്തെടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ്, പച്ചമുളക്, കുറച്ച് ഗരം മസാല, ഉപ്പ്, വിനെഗർ ചേർത്ത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി മന്തി ദമ്മായിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലൊന്ന് മന്തി ആക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.